ഹൈന്ദവ വിശ്വാസപ്രകാരം ത്രിമൂർത്തികളിൽ ഒരാളാണ് ശിവൻ. പർവ്വതങ്ങളുടെ രാജാവായ ഹിമവാന്റെ മകളെയാണ് ശിവൻ വിവാഹം ചെയ്തിരിക്കുന്നത്. ശിവൻ എന്നാൽ സംഹാരങ്ങളുടെ മൂർത്തിയാണ്. ശിവൻ ദേവന്മാരുടെ ദേവനാണ്. മഹാദേവന്റെ ആയുസ് എന്നാൽ വിഷ്ണുവിന്റെ ആയുസിന്റെ ഇരട്ടിയാണ്. ശിവന്റെ മഹനീയമായ ശിരസിൽ ഗംഗാദേവിയും ചന്ദ്രദേവനും വാഴുന്നു. ഗംഗാദേവിയെ ശിരസിലേറ്റിയതിനാൽ ഗംഗാധരൻ എന്ന നാമവും മഹാദേവനുണ്ട്. ശിവന്റെ ശിരസിൽ ചുവന്ന നിറത്തിലുള്ള ഒരു ജടയുണ്ട്. അത് അറിയപ്പെടുന്നത് കവർത്തം എന്നാണ്. അതിൽ വാഴുന്ന ദേവിയാണ് ഗംഗ. ശിവന് 3 കണ്ണുകളാണുള്ളത്. മൂന്നാമത്തെ കണ്ണ് അഗ്നിയെ വഹിക്കുന്നതുമാണ്. അതിന്റെ നാമമാണ് തൃക്കണ്ണ്. ശിവന്റെ കയ്യിലുള്ള ആയുധമാണ് തൃശൂലം. എന്നാൽ ശിവന്റെ ജടയിൽ ഗംഗാദേവി എങ്ങനെ എത്തിയെന്ന കാര്യം നിങ്ങൾക്കറിയാമോ? അതാണ് ഞാൻ പറയാൻ പോകുന്നത്. സ്വർഗത്തിലൂടെ ഒഴുകിയിരുന്ന നദിയായിരുന്നു ഗംഗ. ഭഗീരഥൻ എന്ന മഹർഷി തന്റെ പൂർവികരുടെ പാപം തീർക്കാനായി തപസ് ചെയ്യാൻ ആരംഭിച്ചു. ഗംഗയെ ഭൂമിയിലെത്തിക്കുകയായിരുന്നു അതിനുള്ള ഏക ഉപായം. ഗംഗ ഭൂമിയിൽ പതിച്ച് അതിന്റെ ആഘാതം താങ്ങാനുള്ള ശേഷി ഭൂമിക്കുണ്ടായിരുന്നില്ല. സ്വർഗത്തിൽ നിന്ന് ഭൂമിയിലേക്ക് പതിച്ച ഗംഗയെ ശിവൻ തന്റെ ജടയിൽ ബന്ധനസ്ഥയാക്കി. ഭാരതത്തിലൂടെ ഒഴുകുന്ന ഗംഗ സകല ജീവജാലങ്ങളുടെയും പാപം കഴുകിക്കളയുന്നു എന്നാണ് വിശ്വാസം. ഇന്നും ശിവശില്പങ്ങളിൽ ഗംഗയ്ക്ക് വലിയ സ്ഥാനമുണ്ട്. ഇതാണ് ഗംഗാ നദിയുടെ ഉത്ഭവകഥ.